ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന കോടതിയുടെ ചോദ്യം ഹർജിയിൽ ഇടപെടുന്നില്ല എന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നിർണായകമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ? അതിനുത്തരമില്ലാതെ വാസു ഇരിക്കുകയാണ്. എന്തായാലും വാസുവിന് കൂടുതൽ അഴി എണ്ണാമല്ലേ? പുറം ലോകം കാണാൻ വാസു കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി? അശ്വതി, സ്വർണ്ണ കവർച്ച കേസിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതൊന്ന് തന്റെ പ്രായം പരിഗണിക്കണം, ഒപ്പം ഈ വിഷയം നടക്കുമ്പോൾ താൻ കമ്മീഷണർ എന്നുള്ള ചുമതലയായിരുന്നു, ദേവസ്വം കമ്മീഷണർ എന്നുള്ള ചുമതലയായിരുന്നു വഹിച്ചത്, തനിക്ക് ഈ അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ബന്ധമില്ല തുടങ്ങിയിട്ടുള്ള വാദമായിരുന്നു കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. കോടതി ഇതിൽ രണ്ട് നിരീക്ഷണമാണ് നടത്തിയത്. ഒന്ന്, നിലവിൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ, ഹൈക്കോടതി ഇടപെടുന്നത് കൊണ്ട് തന്നെ ഈ ഹർജിയിൽ ഇടപെടുകയോ വിഷയം പരിഗണിക്കേണ്ടതോ ആവശ്യമില്ല എന്ന് കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ഹർജി തള്ളിയത്. ഒപ്പം സുപ്രധാനമായൊരു ചോദ്യം അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാജ്യത്തെ പരമോന്നത നീതിപീഠം ചോദിച്ചിട്ടുള്ളത് ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിന്മേലൊരു സുപ്രധാനപരമായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം സ്വർണ്ണ പാളികൾ വീണ്ടും സ്വർണം പൂശിയത് എന്തിനാണ്, അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ രണ്ട് സുപ്രധാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നിലവിൽ ഈ വിഷയം ഹൈക്കോടതി ഇടപെടുന്നതിനാൽ തന്നെ ഹർജിയിൽ അത് പരിഗണിക്കുകയോ ആ വിഷയത്തിന്മേൽ ഇടപെടുകയോ വേണ്ട എന്ന നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളിയത്. അതുകൊണ്ട് തന്നെ നിയമക്കുരുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ നിയമ നടപടികളിൽ നിന്നും ഇരുമ്പഴിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ എൻ വാസു ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഒപ്പം അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതികളിൽ നിന്ന് തിരിച്ചടി നേരുകയാണെങ്കിൽ വീണ്ടും ഈ കേസിലെ പ്രതികൾ സുപ്രീം കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അശ്വതി. ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും എൻ വാസുവിന് കൂടുതൽ കാലം അഴിയെണ്ണാം. ജാമ്യാപേക്ഷ സുപ്രീം കോടതിയാണ് തള്ളിയിരിക്കുന്നത്. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യത്തിന് വാസുവിന് ഉത്തരമില്ല. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.